എന്തിനാ മോളെ നീ ഇപ്പോൾ ഇങ്ങനെ വേദനിക്കുന്നേ? പറഞ്ഞതല്ലേ ഞങ്ങളെല്ലാം നിന്നോടിത് ചെയ്യരുതെന്ന്. അവസാനം നീ കരയേണ്ടി വരുമെന്ന് അന്തേ പറഞ്ഞതല്ലേ ഞങ്ങളൊക്കെ. ഏയ്, ഞാൻ കരഞ്ഞതൊന്നുമല്ല ഏട്ടാ. ശരിയാ, 6 വർഷം കൂടെ ജീവിച്ചവനെ വേറെ കെട്ടിച്ചിട്ട് അതിലുണ്ടാവുന്ന കൊച്ചിനെ സ്വന്തമായി കണ്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ചവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അല്ലേ? ഏട്ടാ, മോളെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നീ എൻ്റെ അനിയത്തിയാ. നീ ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാൻ ഈ ഏട്ടന് വയ്യടാ. ഇനി ആർക്കും കുത്തി നോവിക്കുവാൻ നിന്നെ ഏട്ടൻ വിട്ടുകൊടുക്കില്ല. ഏട്ടൻ്റെ ശ്വാസം നിലയ്ക്കും വരെ ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ എന്നു പറഞ്ഞുകൊണ്ടവൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് കരഞ്ഞതുകൊണ്ടാവാം ഇപ്പോൾ കരയാൻ പോലും കഴിയാതെ മരവിച്ച അവസ്ഥയിലാണവൾ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാതെ ഇരുന്നപ്പോഴാണ് അവർ ഇരുവരും ചേർന്ന് പേരെടുത്തൊരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടത്. ടെസ്റ്റുകൾക്കൊടുവിൽ തനിക്കൊരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ കഴിയില്ലെന്നവൾ മനസ്സിലാക്കിയിരുന്നു. എല്ലാം തകർന്നവളെ പോലെ നിന്നവളെ ചേർത്ത് പിടിക്കാൻ അവനുണ്ടായിരുന്നു. ഒടുവിൽ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ അതുവരെ അടക്കിവെച്ച ദേഷ്യമെല്ലാം അവൻ്റെ അമ്മ ആ പാവം പെണ്ണിൻ്റെ മേലെ തീർത്തു. തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ വന്ന രാക്ഷസിയായി അവളെ എല്ലാവർക്കും മുന്നിൽ വച്ചവർ കുറ്റപ്പെടുത്തി. ഒടുവിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരവുമായി അവൾക്ക് മുന്നിലെത്തിയതും അവർ തന്നെയായിരുന്നു, അവൻ്റെ അമ്മ. അവനെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുക, അതായിരുന്നു അവർ കണ്ടെത്തിയ പരിഹാരം. അതിനവർ കരുവാക്കിയത് അവളിലെ മാത്രം സ്നേഹത്തെയായിരുന്നു. സർവം നഷ്ടപ്പെട്ട അവസ്ഥയിലിരുന്ന അവളുടെ മുന്നിലേക്ക് അവർ ഒരു കുഞ്ഞിൻ്റെ ചിന്തകൾ കുത്തി നിറച്ചു. അവൻ മറ്റൊരു വിവാഹം കഴിച്ചാലും നീ തന്നെയല്ലേ അവൻ്റെ ആദ്യ ഭാര്യ. അപ്പോൾ അവൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ നിന്റെയും കുഞ്ഞല്ലേ. ആ കുഞ്ഞിന് നീയും ഒരു അമ്മയാണ്. അവരുടെ വാക്കുകളിൽ അവൾ മയങ്ങിപ്പോയിരുന്നു. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം കുറഞ്ഞു വന്നത് അവൾ അറിയാൻ വൈകിയിരുന്നു. പതിയെ പതിയെ അവർ അവളിൽ കുത്തിവെച്ച ഓർമ്മകളിൽ മാത്രമായി അവൾ ഒതുങ്ങി. അമ്മയും ഏട്ടനും അത് വേണ്ടെന്ന് അവളോട് പറഞ്ഞെങ്കിലും അവൾക്ക് വലുത് അവൻ്റെ സന്തോഷമായിരുന്നു. ഒരു കുഞ്ഞെന്ന സ്വപ്നമായിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. അവൻ മറ്റൊരു വിവാഹം കഴിച്ചതും കുഞ്ഞ് ജനിച്ചതും സന്തോഷത്തോടെ ഒരു പരാതിയുമില്ലാതെ അവൾ കണ്ടിരുന്നു. ഗർഭസമയത്ത് ആ പെൺകുട്ടിയുടെ അരികിൽ തന്നെയായിരുന്നു അവൾ. അതുകൊണ്ട് അവർക്ക് കാശ് മുടക്കി ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ട ആവശ്യം വന്നില്ല. ഹോസ്പിറ്റലിൽ കൂടെ പോകുവാൻ നിന്ന അവളെ അവരെല്ലാം തന്ത്രപൂർവ്വം ഒഴിവാക്കി. അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുഞ്ഞ് ജനിച്ചു തരഞ്ഞതും അവളുടെ ഉള്ളിലും മുഖത്തും 1000 പൂത്തിരി ഒന്നിച്ച് കത്തിച്ചതുപോലെയുള്ള പ്രകാശവും സന്തോഷവുമായിരുന്നു. എന്നാലും ഈ സന്തോഷവാർത്ത അവനും അവൻ്റെ അമ്മയും അവളെ വിളിച്ചറിയിക്കാതിരുന്നതിൽ അവൾക്ക് ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. തൻ്റെ കൂട്ടുകാരി അവിടെ നേഴ്സായിരുന്നു. അവളിൽ നിന്നും ഓരോ ദിവസത്തെയും കാര്യം അവൾ അറിഞ്ഞിരുന്നു. കുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞ സന്തോഷത്തിൽ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഒന്ന് കയ്യിലെടുത്ത് കൊതി തീരുവോളം ഒന്ന് ഉമ്മ വയ്ക്കാൻ, കണ്ണു നിറയൊന്ന് കാണുവാനായി ഓടിപ്പിടിച്ചു ചെന്നവളെ ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ പോലുമുള്ള സന്മനസ് അവരാരും കാണിച്ചില്ല. അവനും അമ്മയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അവളെ തടഞ്ഞു. അവൾ ദയനീയമായി അവരെ എല്ലാം നോക്കി. ഏട്ടാ പ്ലീസ്, ഞാൻ ഒന്ന് കുഞ്ഞിനെ കണ്ടോട്ടെ, ഒരു പ്രാവശ്യം. അവൾ അവനെ നോക്കി കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിനെ ഇപ്പോൾ കാണാനൊന്നും പറ്റില്ല. പിന്നെ കുഞ്ഞിനെ ആരൊക്കെ കാണണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ കാണുന്നത്? ഒന്നിനെ പെറ്റു വളർത്താൻ കഴിവില്ലാത്തവൾക്ക് കുഞ്ഞിനെ കാണണം പോലും. നിന്റെയൊക്കെ കണ്ണു തട്ടിയാൽ മതി, അതിന് വല്ലതും പറ്റും. ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോവോ നാശം. അവൻ്റെ അമ്മയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു പ്രളയം തന്നെ തീർത്തു. അതിൻ്റെ തെളിവായി അനുസരണയില്ലാതെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. ഒടുവിൽ അവൾക്കായി അവരൊരു വിശേഷണം ചാർത്തി നൽകി. പറയുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ചങ്ക് തകർക്കുന്നൊരു വാക്ക്, മച്ചി. മച്ചിപ്പെണ്ണിൻ്റെ ഒരു മോഹം നോക്കണേ, നാശം പിടിച്ച ജന്മം. ആ വാക്ക് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ബോധം മറിഞ്ഞ അവളെ ഹോസ്പിറ്റലിലുള്ളവർ ചേർന്ന് ഡോക്ടറുടെ റൂമിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാരി വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവളുടെ ഏട്ടൻ അവിടെ എത്തുമ്പോൾ കണ്ടത് മനസ്സ് തകർന്നിരിക്കുന്ന തൻ്റെ അനിയത്തിയായിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു. അയാളുടെ മുന്നിലെത്തി അവളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്ത താലി അയാളുടെ കൈയിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ അനിയത്തിയും കൂട്ടി ആ ഏട്ടൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഒത്തിരി ചേച്ചിമാരും അനിയത്തിമാരും ഈ പേരല്ലെങ്കിൽ മറ്റൊരു പേര് തലയിൽ പേർന്നുണ്ടാവാം. കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് അവരുടെ തെറ്റല്ല. മറ്റാരേക്കാളും ഏത് കുഞ്ഞുങ്ങളെയും സ്വന്തമായി കണ്ട് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടവർക്ക്. വയറ്റിൽ ചുമന്നില്ലെങ്കിലും മുന്നിലെത്തുന്ന ഏത് കുഞ്ഞിനെയും നെഞ്ചിൽ പേറുന്നവരാണവർ. ദയവ് ചെയ്ത് ആ പാവങ്ങളെ കുത്തി നോവിക്കരുത്. ഒരു പക്ഷേ നാളെ ഇതുപോലൊരവസ്ഥയിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലും ഉണ്ടായേക്കാം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.